ഹലോ, നമ്മുടെ വീഡിയോസിന്റെ താഴെ സാധാരണ വരാറുള്ള ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് എന്താണ് കൊമേഴ്സ് രംഗത്തെ സാധ്യതകൾ എന്നുള്ളത്. എസ്പെഷ്യലി കൊമേഴ്സ് രംഗത്തെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CS, CMA, ACCA, CWA ഇത്തരം കോഴ്സുകളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നുള്ളത്. നമ്മുടെ ചാനലിൽ നമ്മൾ പൊതുവെ അനുവർത്തിച്ച് വരുന്ന ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിന് അതിൻ്റെ എക്സ്പേർട്സിനെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചുള്ള ഡിസ്കഷൻസിന് നമുക്ക് രണ്ട് എമിനന്റ് പേഴ്സണാലിറ്റീസിന് ആ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള രണ്ടാളുകളെയാണ് കിട്ടിയിട്ടുള്ളത്. മിസ്റ്റർ നൗഫൽ എം, പാർട്ട്ണർ NMC, ആൻഡ് ജിസാർ OP, ഡയറക്ടർ ടാക്സലന്റ് ഗ്ലോബൽ അഡ്വൈസേഴ്സ്. അപ്പോൾ ഈ രണ്ടാളുകളോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്തെല്ലാമാണ് ഈ പ്രോഗ്രാമിന്റെ സാധ്യതകൾ എന്ന് തുടങ്ങി പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നോക്കാം. ആദ്യം തന്നെ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് കൊമേഴ്സ് ഫീൽഡ് എന്നുള്ളത്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ദർ ഇസ് എ ഹൈപ്പ് ആക്ച്വലി അറൌണ്ട് ദിസ്. പിന്നെ വിവിധ രാജ്യങ്ങളിൽ പോകാം എന്നുള്ള വാഗ്ദാനങ്ങൾ എല്ലാം ഉണ്ട്. സോ എസെൻഷ്യലി എനിക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, ഇത് ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്, റൈറ്റ്, ഹി മൈറ്റ് ഹാവ് സീൻ സം ആഡ്സ് കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാത്ത ആളുകളുണ്ടാവും. എന്ത് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് ആണ് ഇത്തരം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന ഒരാൾക്ക് വേണ്ടത്? അത് സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ സബ്ജക്ട് നോളജ്, എന്ത് കൈൻഡ് ഓഫ് സബ്ജക്ട് നോളജ് ഒരാൾക്ക് വേണം ഇൻ വൺ സൈഡ്. ഓൺ ദി അതർ സൈഡ് ഒരു സോഫ്റ്റ് സ്കിൽസും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വാട്ട് ഹി ഷുഡ് എക്സ്പെക്ട് ഓർ വാട്ട് ഹി ഷുഡ് ഹാവ്? താങ്ക് യു നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിന്. ജിസാർവയും പല രീതിയിലും നമ്മൾ പലയിടത്തും നമ്മൾ പോകാറുണ്ട്. സോ ഈ സബ്ജക്റ്റിൽ നമുക്ക് നിങ്ങൾ പറയുമ്പോൾ തന്നെ വി വർ വെരി മച്ച് എക്സൈറ്റഡ്. നമുക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ വന്നത്. സോ ദെർഫോർ വി താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹൂ ഷുഡ് ഗോ ഫോർ ഇറ്റ്. നമുക്ക് വി ക്യാൻ ഡിവൈഡ് ദിസ് ഇൻ ടു ആസ്പെക്ട്. രണ്ട് പാരാമീറ്റേഴ്സിലാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ അനലൈസ്. One is about the traits of the person. അവരെ പേഴ്സണൽ ക്വാളിറ്റി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് we can analyze that who should go for it and what are the factors that affects this courses. രണ്ടാമത്തേത് പ്രൊഫഷണൽ സ്കിൽ സെറ്റ്സ്. അവർ ഇതുവരെ പഠിച്ചതിന് മുകളിലുള്ള അവരുടെ സ്കിൽ സെറ്റിന് മുകളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഞങ്ങൾ പറഞ്ഞത് പേഴ്സണൽ ട്രേഡ്സ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വരുന്നത് കൂടുതലായിട്ടും ഒരാൾ ഒരിടത്ത് ഇരുന്നിട്ട് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് വിത്ത് ദ ബുക്സ്, നോട്ട് വിത്ത് ദ പീപ്പിൾ. സോ ഇങ്ങനത്തെ ഈ റിക്വയർമെന്റ്സ് ഈ കോഴ്സ് തരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കുറച്ച് പേഷ്യൻ്റ് ആയിട്ടുള്ള, കുറച്ച് സ്ട്രക്ചേർഡ് ആൻഡ് ഓർഡേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതാണ് ഇത്. ഇറ്റ് ഈസ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ ഹു ക്യാൻ പെർസ്യൂ ദിസ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇത് ഇമ്മീഡിയറ്റ് കത്തുന്നതും ചില ആൾക്കാർക്ക് അത് കത്താതിരിക്കുന്നതും. റീസൺ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് അനലൈസ് ചെയ്ത് ഇത് പഠിച്ച് എടുക്കാനുള്ള പേഷ്യൻസും ആ ഒരു ഡെഡിക്കേഷൻ. അത് എനിക്ക് രണ്ട് തലത്തിലായാലും, ഈവൻ അത് പഠിക്കുന്ന ഒരു തലത്തിലായാലും ഒരുപാട് പഠിക്കാനുണ്ട് ആക്ച്വലി. There is a lot to study. And the second aspect, you പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോബിലോട്ട് എത്തുമ്പോൾ looking at the books is not that easy. So from the time of ഇതിൽ വേറെ ഒരു ആഡ് ഓൺ ചെയ്യാനുള്ളത് നൗഫൽ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എക്സാൻവേയിൽ വരികയാണെങ്കിൽ പിന്നെ പോകുന്നത് ഒരു മെഡിക്കൽ കമ്പനിയാണ്. അപ്പോൾ നമുക്കൊരു ബുക്കിന്ന് ബേസിക് ബുക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം, ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നോർമൽ ടെക്സ്റ്റ് ബുക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വൽ ഒരു കമ്പനിയുടെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അത് നോക്കാന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് സം നമ്പേഴ്സ്, റൈറ്റ്? നമ്മളൊരു സ്റ്റേറ്റ്മെന്റോ മറ്റൊന്നല്ല, ആക്ച്വലി നമ്പേഴ്സിലാണ് ലുക്ക് ചെയ്യുന്നത്. പ്ലീസ് കണ്ടിന്യൂ. അതിലൊരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട് ഈ ഒരു കോഴ്സിനല്ല. എക്സ്പെർട്ടൈസ് മീൻസ് ഏതൊരു എൻറ്റിറ്റി ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, കൂടാതെ നമുക്ക് അവിടെ പോയിട്ട് ആ കമ്പനിയുടെ കംപ്ലീറ്റ് പ്രോസസ്സ് അറിയണം. ആ പ്രോസസ്സ് അറിഞ്ഞാലേ ഇത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ ബിസിനസ് സ്ട്രാറ്റജി അറിയണം. അപ്പോൾ ഒരു CA അല്ലെങ്കിൽ CMA ഈ കോഴ്സിൽ വരുന്ന ആളുകൾക്ക് നോർമൽ ഒരു അക്കാദമിക് നോളജിന്റെ പുറമെ തന്നെ കുറച്ചും കൂടെ ഒരു എക്സ്പെർട്ടൈസ് വേണം, ഒരു പ്രൊഫഷണൽ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസി വേണം. അതും കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു കോഴ്സിൽ എക്സൽ ചെയ്യാൻ പറ്റുക. സോ അതാണ് ഒരാളുടെ പേഴ്സണൽ ട്രേറ്റ്സ് എന്നുള്ളത്. അതാണ് പറഞ്ഞ പ്രൊഫഷണൽ സ്കിൽ സെറ്റ്, അല്ലെങ്കിൽ ഈവൻ ഒരു എന്ത് കൈൻഡ് ഓഫ് സബ്ജക്ട്സിനോട് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കാണ്. അതാണ് രണ്ടാമത് നിങ്ങൾ പറഞ്ഞ മാതിരി. ഇത് പ്യൂർലി റിലേറ്റഡ് ടു ഫൈനാൻസ്, ഇറ്റ് ഈസ് പ്യൂർലി റിലേറ്റഡ് ടു നമ്പേഴ്സ്, ഇറ്റ് ഈസ് പ്യൂർലി റിലേറ്റഡ് ടു അനലിറ്റിക്സ്. സോ ഇങ്ങനത്തെ സംഭവം ആർക്കാണ് ഇൻട്രസ്റ്റ് വരുന്നത്
അവർക്കാണ് ഈ കോഴ്സ് സൂട്ടബിൾ ആയി വരുന്നത്. ഒരാൾ മാത്സിനെ വെറുക്കും എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് എടുക്കാൻ പറ്റും? വെറുക്കൂന്ന് പറയുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കോഴ്സ് പ്രശ്നമാണ്. പക്ഷെ മാത്സ് തിരക്കേടില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം പറഞ്ഞാൽ ഇതിൽ കോർ മാത്തമാറ്റിക്സ് ഇല്ല. നമുക്ക് ലൊഗാരിത്തംസോ പിന്നെ അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അല്ല. ബേസിക് ഫൗണ്ടേഷൻ ലെവലിൽ ചെറുതായ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഹാവ് എ ഗ്രേറ്റർ ഇമ്പാക്ട് ഓൺ ദ സബ്ജക്ട്. പക്ഷെ ഒരാൾക്ക് നമ്പേഴ്സ് നോക്കിയിരിക്കാൻ ഇഷ്ടം, ഇഫ് ഹി ഡസന്റ് ലൈക്ക് ഡീലിംഗ് വിത്ത് നമ്പേഴ്സ് അറ്റ് ഓൾ, then it's a problem. അത് കുറച്ച് പ്രശ്നമാണ് നമ്മളെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. എസ്പെഷ്യലി ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വലിയ കമ്പനിയുടെ ഒക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫൈനലൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു വാസ്റ്റ് ബാലൻസ് ഷീറ്റ് ടാലി ആക്കാന്ന് പറഞ്ഞത് നമ്പേഴ്സിൽ കറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പല സ്റ്റുഡൻസും ചിലപ്പോൾ സയൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ സയൻസ് എടുക്കില്ല, കാരണം എന്താ, ഞങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ കൊമേഴ്സിലോട്ട് പോവാം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ കൊമേഴ്സിന് പോയിട്ട് ഞങ്ങൾ ഇത്ര ഒരു പ്രോഗ്രാമിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി പ്രോബ്ലമാറ്റിക് ഫോർ ദം, റൈറ്റ്? അവർ ഇത് ചൂസ് ചെയ്യുന്നിടത്ത് ഒരു സയൻസ് എടുത്ത ആൾക്കാർ ഇതിലേക്ക് വരാമെന്നാണ് ചോദിക്കുന്നത്. അതാണ് നിങ്ങൾ അതല്ല, ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സയൻസ് എടുത്തില്ലെങ്കിൽ ചില ആൾക്കാർ കൊമേഴ്സ് എടുക്കും. ദ റീസൺ മൈറ്റ് ബി ദാറ്റ് ദേ ഡോണ്ട് ലൈക്ക് മാത്തമാറ്റിക്സ്. കറക്റ്റ്. ആ മാത്തമാറ്റിക്സ് ഇഷ്ടമല്ല എന്നുള്ള കാരണം കൊണ്ട് കൊമേഴ്സ് എടുത്ത ആളുകൾ, സിൻസ് ദേ വെന്റ് ഇൻ ടു കൊമേഴ്സ്, ദേ മൈറ്റ് ചൂസ് ടു ടേക്ക് എ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ലൈക്ക് CA or CMA. അങ്ങനത്തെ ആളുകൾക്ക് ഇത് അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ ബുദ്ധിമുട്ടായി വന്നേക്കാം ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. ഇല്ല, അത് ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സയൻസിൽ കോർ മാത്തമാറ്റിക്സ് ഉണ്ടാവും, ഇതിൽ കോർ മാത്തമാറ്റിക്സ് ഇല്ല, അത്ര ഡീറ്റെയിൽ. അരിത്മെറ്റിക്സ് നമ്പേഴ്സുമായി ഡീൽ ചെയ്യാൻ വലിയ തിരക്കേടില്ലാത്ത ആളുകൾ ബേസിക് സ്കില്ല് മതി, അത്ര എക്സ്പെർട്ടൈസ് ആവശ്യം. ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ സയൻസിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇത് കൂടുതലും ഈസി ആയിരിക്കും. വരാനുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇങ്ങനെ ഇനി ഒരു കുട്ടി CA CMA ഒക്കെ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു, റൈറ്റ്? ആൻഡ് ദെൻ ദ ഓപ്ഷൻസ് ആർ 4 or 5 ഓപ്ഷൻസ്. ജനറലി CA ഉണ്ട്, ACCA, CMA, CS, CWA. ഈ ഓപ്ഷൻസ് ആണ് ജനറലി പറയാറുള്ളത്. നമുക്ക് ഓരോ കോഴ്സിനെയും കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിലും എന്താണ് ഒരാൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ലൈക്ക് എന്നുള്ളത് നമുക്കൊന്ന് പറയാമോ? വാട്ട് ഡസ് ലൈക്ക് അവരൊരു കരിയർ ട്രജക്ടറി എന്തായിരിക്കും ഓരോന്നിൻ്റെയും? ഓക്കെ, ഒരു ചെറിയ ആഡ് ഓൺ ആണെന്ന് പറഞ്ഞാൽ ഇതല്ലാണ്ട് ചില കോഴ്സസ് കൂടി ഉണ്ട്, ഓപ്ഷൻസ് കുറെ ഉണ്ട്. നമുക്ക് ലിമിറ്റ് ചെയ്യാം ഡിസ്കഷനെ. ഒരു മേജർ ഏരിയ മാത്രം നമുക്ക് കവർ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ US ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില കോഴ്സസ് ഉണ്ട്, UK ഫോക്കസ്, പിന്നെ വേറെ കോഴ്സസ് ഉണ്ട്. ഇന്ത്യത്തെ നമുക്ക് കൂടുതൽ വരുന്നത് CA, CMA, പിന്നെ CS വരുന്നുണ്ട്, പിന്നെ CWA, ACCA പുറത്ത് US കൂടുതലും ചെയ്തിട്ടുണ്ട്. ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. എന്താണ് CA എന്ന് പറയുന്നത്? നമുക്ക് CA മെയിൻലി ഇന്ത്യൻ CA അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ CA ഓഡിറ്റിംഗ്, ടാക്സ് ഓഡിറ്റിനും വരുന്ന ആ ഓഡിറ്റിംഗ് കംപ്ലയൻസസിനും ബാക്കിയുള്ള ഒരു ബാങ്ക് ഓഡിറ്റ്, കമ്പനീസിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ആ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പ്ലസ് അഡ്വൈസറി സർവീസസ്. മെയിൻലി ഇപ്പോൾ റീസെന്റ് കമ്പയറിംഗ് ടു ദ ഓൾഡൻ ഡേയ്സ്, ഈ പുതിയ CA എന്ന് പറയുന്നത് അവർ ബ്ലോക്ക് ചെയിനും ന്യൂ എമർജിങ് ടെക്നോളജിയും നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ LMSനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരു വൈഡ് ചാൻസസ് ഉള്ള ആണ്. മെയിൻലി CA കോഴ്സസിൽ ഒരു ഓഡിറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഓഡിറ്റിംഗ് സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഓഡിറ്റിംഗിനുള്ള പവർ ഉള്ളത് CA മാത്രമേ ഉള്ളൂ. CMA ഒക്കെ ആയിട്ടില്ല. കോസ്റ്റ് ഓഡിറ്റിംഗ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറയും ഓഡിറ്റിംഗ്. റിസർവ് പറഞ്ഞ മാതിരി തന്നെ ഞാൻ നർസറിൽ പറയുവാണെങ്കിൽ ഈ സൈനിക്ക് പവർ നമ്മൾ കേട്ടതാണ്, ചില അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്, ഈ സൈനിക്ക് ഇത്ര പവർ, അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ഈ പവർ ഉള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് സൈൻ വെക്കാനുള്ള പവർ ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് കാണും. അപ്പൊ CA ചെയ്തവർക്കാണ് ഉള്ളത്. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്ത് അത് ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ അത് സൈൻ ചെയ്ത് അത് അപ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഓക്കെ ആണെന്ന് പറയാനുള്ള പവർ ഉള്ളത് CA കാണും. അതല്ലാണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാല് കമ്പനി സെക്രട്ടറിയൽ ഓഡിറ്റ് എന്നിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോൾ മാത്രമാണ്, അപ്പൊ അവിടെ സ്കോപ്പ് അതിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ സിഗ്നേച്ചേഴ്സ് കൂടുതലും എല്ലാവർക്കും വേണ്ടി വരും. അത് ഡിപ്പെൻഡ്സ് ഓൺ സർട്ടൻ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, അതിന് മുകളിലാണ് സിഗ്നേച്ചേഴ്സ് വരുന്നത്. അപ്പൊ ഇന്ത്യൻ CA എത്ര വർഷം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ? അതിന്റെ ഒരു സ്റ്റേജസ് എന്തെല്ലാമാണ്? ഇന്ത്യൻ CA വരുന്നത് ഒരു CPT ഓർ ഫൗണ്ടേഷൻ. ഇനീഷ്യലി ഒരു +2 കഴിഞ്ഞവർക്ക് തന്നെ പോവാം. +2 കഴിഞ്ഞവർക്ക് CPT ഓർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തതിനു ശേഷം ദെൻ CA ഇന്റർ. CPT ഒരു 6 മന്തിൽ പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്നതാണ്. ദെൻ CA ഇന്ററിൽ 2 ഗ്രൂപ്പാണല്ലോ, ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ 4 പേപ്പർ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിൽ 3 പേപ്പറും.
അങ്ങനെ അതിനൊരു 1 ഇയർ പീരീഡ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്യണം. ഒരു പ്രൊഫഷണലി kind of internship. അത് ഇന്റേൺഷിപ്പ് പോലെ 2.5 ഇയർ അത് ചെയ്തു. ദെൻ ഫൈനൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ആ 2.5 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഫൈനൽസും എഴുതാം. അങ്ങനെ പുട്ട് ടുഗദർ 3 ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫൗണ്ടേഷൻ ടു ദ CA ഫൈനലിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അവര് എല്ലാ പീരീഡും പ്രോപ്പർലി പാസ്സായി പോവാണെങ്കിൽ ഒരു 3 ഇയറിൽ അവർക്ക് ഇത് എന്തെല്ലാമാണ് ഇതിലിപ്പോ നമ്മൾ ഓഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇതിലൊരു 2-3 വർഷം എന്തായാലും പഠിക്കണമല്ലോ. എന്തെല്ലാം പേപ്പേഴ്സ് ആണ് ജനറലി പഠിക്കാനുള്ളത്? എന്താന്ന് വെച്ചാൽ ചോദിക്കാൻ കാരണം, ഇതിനോട് ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അറിയണമല്ലോ. വാട്ട് കൈൻഡ് ഓഫ് പേപ്പേഴ്സ് ടു സ്റ്റഡി? ഇത് ഓഡിറ്റിംഗ് നമ്മൾ തുടങ്ങി വെച്ചു, പക്ഷെ ഇത് ഓഡിറ്റിംഗ് മാത്രമല്ല, നമുക്ക് ഫസ്റ്റ് തന്നെ ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ജനറലി കാണുന്നതാണ് ടാക്സ്, ഓഡിറ്റ്, അക്കൗണ്ട്സ് ആണ്. പക്ഷെ വാസ്റ്റ് ആണ് ഇതിന്റെ ഏരിയ. ആ ഏരിയത്തൊക്കെ ആൾക്കാർ പോയി എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ കൂടുതലും നമുക്ക് സ്കോപ്പ് ഉണ്ടാക്കുക ആ ഏരിയസ് ആണ്. ഫോർ എക്സാമ്പിൾ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, M&A, പിന്നെ വാല്യുവേഷൻ, പിന്നെ വരുന്നത് ആക്ച്വൽ ബേസ്ഡ് ചില വർക്ക്, പിന്നെ വരുന്നത് ഇൻഡസ്ട്രി ബേസ്ഡ് ഒരു എക്സ്പെർട്ടീസ് ഇതിന്റെ ബേസിൽ ഉണ്ടാക്കുവാൻ പറഞ്ഞ അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ജനറലി CA ഉണ്ടാവും സബ്ജക്ട്സ് കോസ്റ്റിംഗ്, SFM, പിന്നെ അക്കൗണ്ട്സ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അക്കൗണ്ട്സ്. സോ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാണെങ്കിൽ അത് ഇൻ ജനറൽ ഇപ്പൊ ഒരു അക്കൗണ്ട് ഓഡിറ്റിങ്ങിന് പുറമെ തന്നെ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ലോസ് എന്തെല്ലാമാണ്, റൈറ്റ്? ജനറലി ഉള്ള ഒരു നാടിന്റെ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഗവേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം എന്ന് തോന്നുന്നു, റൈറ്റ്? തീർച്ചയായിട്ടും. കമ്പനീസ് ആക്ട്, ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട്, അതെല്ലാം പഠിക്കുന്നു. അതില് നിയമങ്ങളൊക്കെ പഠിക്കാൻ കുറച്ച് ഇതുപോലെ നിയമങ്ങൾ ഉണ്ടാവും. കോൺട്രാക്ട് ടാക്സ് വരെ കവർ ചെയ്യും. ഇന്ത്യൻ കോൺട്രാക്ട് ടാക്സ് ബേസിക് ഫൗണ്ടേഷൻ തന്നെ തുടങ്ങുന്ന സംഭവമാണ്. ഹൈലൈറ്റ് പോയിട്ട് IBC, ഇൻസോൾവൻസി കോഡിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. Let's come to next course, CMA. What is CMA? Cost Management Accounting, right? Yes. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്യുവർലി പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം വരുന്ന ഫാക്ടറി ബേസ്ഡ് ഒക്കെ ഉള്ള കമ്പനികളിലാണ് കൂടുതലും കോസ്റ്റ് അക്കൗണ്ട്സിന് ചാൻസസ് വരുന്നത്. അവർക്ക് അതിന്റെ പ്രോസസ്സുകൾ, ഈച്ച് പ്രോസസ്സിൽ വരുന്ന കോസ്റ്റിംഗ്, പിന്നെ ഫൈനലി പ്രൈസിങ് ഡിസിഷൻ പ്രോപ്പർ ആകാൻ വേണ്ടിയിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. അങ്ങനെയുള്ള ഇപ്പോൾ ഇന്ത്യയിൽ അത്രയും എക്സ്പോർട്ട്, ഗുജറാത്തിലെല്ലാം പോവുകയാണെങ്കിൽ ഹ്യൂജ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്. അവിടെ എല്ലാം ഒരു മെയിൻ ഡിസിഷനാണ് പ്രൈസിങ് ചെയ്യാനും പെർ കോസ്റ്റിംഗ് ചെയ്യുന്നതെല്ലാം ആ ഏരിയയിലാണ് കൂടുതലും CMA പ്ലേസ് ഏരിയയിലാണ് അവർ മെയിൻ ആയിട്ട്. ബാക്കിയുള്ള ഏരിയ അവർ പഠിക്കുന്നുണ്ട്, എന്നാലും ഈ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അവർ നെയിം തന്നെ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആണ്. ഓഡിറ്റിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവർക്ക് കുറച്ചും കൂടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും കോസ്റ്റിംഗും ബന്ധപ്പെട്ട ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് പഠിക്കുന്നത്, അപ്പൊ ഇതിൽ പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ വേറെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ജനറലി? CMA പഠിക്കുന്നത് എന്തെല്ലാം ജനറൽ എന്ന്? CA ഫോക്കസ് ചെയ്യുന്നത് ടാക്സേഷനും ഓഡിറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത് ലിമിറ്റേഷൻ അല്ല. വേറെ CMA ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റിംഗും പിന്നെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഫോക്കസ്ഡ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. അക്കൗണ്ടൻസി എന്തായാലും അവിടെ ഉണ്ടാവും, ടാക്സേഷൻ ഉണ്ടാവും, മാനേജ്മെന്റ് അക്കൗണ്ടിങ് വേറെ വരും. സോ ഈ ഏരിയാസ് ആണ് അവിടെ ഫോക്കസ് വരുന്നത്. ആംഗിൾ വേറെയാണ്. CMA ചെയ്യുന്നവർ കൂടുതൽ ഒരു ഇന്റർണൽ എംപ്ലോയി ആയി. ജനറലി എത്ര വർഷം ഈ കോഴ്സിന് എടുക്കും? Two-three years, 5 years ആണ് CA ആണ് കൂടുതൽ സമയം എടുക്കുന്നത്. CMA 2 വർഷത്തേക്ക് ഓൾമോസ്റ്റ് 1 ഇയറിലേക്ക് കോഴ്സ്. പിന്നെ എത്രമാത്രം അറ്റംപ്റ്റ് എടുക്കുമോ അതിന്റെ മുകളിലുള്ള വ്യത്യാസങ്ങൾ. കോഴ്സ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞല്ലോ, ഒരു IASന്റെ ഒക്കെ പോലുള്ള ഒരു കുറച്ചൊരു കോമ്പറ്റൻസി സ്കിൽ ആവശ്യമുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷനും ടൈമും കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ്. Let's come to the next course, right? CS, കമ്പനി സെക്രട്ടറി. ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോബ് എന്താണ്? അത് ഇപ്പോ റീസെന്റ് പാസ്റ്റിൽ ഒന്നുകൂടി അപ്ലിഫ്റ്റ് ചെയ്ത ഏരിയ ആണ്. എന്ന് പറഞ്ഞാലും കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലോസിലാണ് അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സെക്രട്ടറി ആൻഡ് കോർപ്പറേറ്റ് ലോസ് ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞാൽ കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നത് പറഞ്ഞത് ഡിഫൈൻഡ് വിത്ത് കമ്പനീസ് ആക്ട് 2013 മുമ്പത്തെ ആക്ട് മാറി കംപ്ലീറ്റ് ചേഞ്ച് ആയി. അപ്പോൾ ഇതിലാണ് അവരെ സ്കോപ്പ് ത്രൈവ് ചെയ്യുന്നത്. സോ കമ്പനീസിന്റെ ആക്ട്സിന്റെ കംപ്ലൈൻസും അതിൽ ബന്ധമായിട്ടുള്ള എന്തൊക്കെയാണ് കംപ്ലൈൻസ് വരുന്നത് അവിടെയാണ് അവർ
കൂടുതൽ അവരെ സ്കോപ്പ് വരുന്നത്. രണ്ട് വിധത്തിൽ അവർക്ക് വരും. അവർക്ക് പ്രാക്ടീസ് ചെയ്യാം, സെക്രട്ടറിയിൽ പ്രാക്ടീസ് ചെയ്യാം. അതല്ലാണ്ട് ഒരു കമ്പനീസ് പോയിട്ട് ഇന്റർണൽ എംപ്ലോയി ആയിട്ട് കൂടി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് അവരെ ഏരിയ വരുന്നത്. എനിക്ക് ഒരു പോയിന്റും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പോൾ റീസെന്റ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഈ കമ്പനി സെക്രട്ടറി പഠിച്ച ആളുകൾക്ക് കമ്പനി വാല്യുവേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ ചെയ്യണം, നമ്മളിപ്പോൾ ഒരു ടെക്കാണ് X&Y, അതുപോലുള്ള കമ്പനികൾക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാം ഒരു സ്ട്രക്ചർ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ Y Combinator ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. Y Combinator ഒക്കെ വരുന്ന സ്റ്റാർട്ടപ്പിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ വരുന്ന സമയത്ത് അതിനെ സ്ട്രക്ചർ ചെയ്യുന്നതും ഫണ്ട് കൊണ്ടുവരുന്നതും അതിന്റെ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർക്ക് നല്ല ചാൻസസ് പഠിക്കുവാണെങ്കിൽ അതിൽ സ്കോപ്പ് ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അത് എല്ലാ കോഴ്സസിലും അങ്ങനെയാണ്. വ്യത്യസ്തത ഉണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടി ഒരു സംഭവം, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു സംഭവം തരുവാണെങ്കിൽ, ഒന്ന് ഫ്രീ തരുവാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ഹാപ്പി ഉണ്ടാവും. സെയിം സൈക്കോളജി ഹിയറും ഇവിടെയാണ്. ഇപ്പോൾ ആൾമോസ്റ്റ് ഇഷ്ടംപോലെ ആൾക്കാർ പ്രൊഫഷണൽസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരാള് എക്സ്പെർട്ടീസ് ആയിട്ട് അതാണ് ആൾക്കാർ നോക്കുന്നത്. കമ്പനി സെക്രട്ടറി ഇതേപോലെ ലൈക്ക് ഒരു ടൈം ഡ്യൂറേഷൻ ഒക്കെ സിമിലർ ആണ്. അത് കുറവാണ്. ഫൗണ്ടേഷൻ, എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ നെയിമുകൾ മാറുന്നുള്ളൂ. CA ഇന്റർ, CA ഫൗണ്ടേഷൻ, ഇന്റർ, ഫൈനൽ എന്ന് പറഞ്ഞ പോലെ ഇത് ഇതേപോലെ എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ ജനറലി ഒരു 3 സ്റ്റേജ് പ്രോസസ് ആണ്. കൂടാതെ ഇതൊരു പ്യുവർലി ഡിസ്റ്റൻസ് ബേസ്ഡ് എക്സാം ആണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ട്ലി ക്ലാസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് ഇത് കോളേജിൽ പോയിട്ട് ചെയ്യുന്ന സംഭവമല്ല, പ്രൊഫഷണൽ കോഴ്സസ് ആണ്. സംഭവം തരും, സ്വന്തം പഠിക്കാനാണ് അതിൽ അവർ കൂടുതലും സ്ട്രെസ് ചെയ്യുന്നത്. പക്ഷേ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് കൊണ്ട് കോഴ്സസ് പിന്നെ ആക്സസബിളും ഈസിയായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ACC ആണ്. ACC പലപ്പോഴും ഇന്ത്യൻ CA ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട്, ആൾട്ടർനേറ്റീവ് ഇൻ ദ സെൻസ് ഒരു കുറച്ചുകൂടി ഈസിയർ ആൾട്ടർനേറ്റീവ് ആയിട്ട് പല ആളുകളും പറയാറുണ്ട്. എന്താണ് ആ പ്രോഗ്രാം, ലൈക്ക് അതിന്റെ ഒരു സ്കോപ്പ് എന്താണ്? ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് അബ്രോഡാണ്, പുറത്തുള്ളതാണ്. ഇന്ത്യൻ ബോഡി അല്ല ഇത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ACCA, CFA, പിന്നെ ഇങ്ങനത്തെ ചില കോഴ്സസ് ഉണ്ട്. CMA ലണ്ടൻ, CMA US, ഇങ്ങനെ കുറേ കോഴ്സസ് നമ്മൾ ഇന്ത്യത്തെ ബോഡി അല്ല ചെയ്യുന്നത്. കൂടുതലും UK, US ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇത് പാരലൽ കോഴ്സാണ്. ഇവിടുത്തെ CA എന്ന് പറഞ്ഞതിന്റെ പാരലൽ കോഴ്സാണ്. റീസൺ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറവാണ്. ഡ്യൂറേഷനും കുറവാണ്, പ്ലസ് അവർക്ക് സബ്ജക്ട് വൈസ് പാസ് മതി. ഇതില് ഒരു ഗ്രൂപ്പാണ്, 4 പേപ്പർ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പില് ഒരു സബ്ജക്ട് പാസ് ആവുന്നില്ലെങ്കിൽ എൻഡിയർ ഗ്രൂപ്പ് ഫെയിൽ ആവും. CA, CS, CMA കോഴ്സസ് ഇതിനങ്ങനെയല്ല. ഗ്രൂപ്പ് പേപ്പർ വൈസും മൊഡ്യൂൾ വൈസും എന്ത് ചെയ്യാൻ പറ്റും, SCCA പാസ് ആവും. കുറച്ച് കോംപ്ലക്സിറ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്, അതാണ് അതിലുള്ളത്. ഇന്ത്യയിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുമോ അതോ ഇവർ വിദേശത്ത് പോകണം? പറ്റും. ഇന്ത്യത്തെ ചില കമ്പനീസും ഇവരെ ഹയർ ചെയ്യാറുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഫോറിൻ പ്രോസസ് ഉണ്ടാവും. EY ആവട്ടെ, ഇങ്ങനത്തെ കുറേ കമ്പനീസിലേക്ക് ഫോറിൻ ക്ലയൻസ് ഉണ്ടാവും. അത് സോഫ്റ്റ്വെയറിലായാലും സിമിലർ ആണല്ലോ. അപ്പൊ അവിടേക്കൊക്കെ ഇവരെ പ്ലേസ്മെന്റ് ഉണ്ടാവും. സിംപ്ലി പറയുവാണെങ്കിൽ പ്രാക്ടീസിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ സ്വന്തം ഫർം വെച്ചിട്ട് ആണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇഫ് ദേ ആർ ലുക്കിംഗ് ഫോർ ആൻ എംപ്ലോയ്മെന്റ്, it would be still be highly മാനേജ്മെന്റ് അക്കൗണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, റിസ്ക് അനാലിസിസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, അതിലെല്ലാം IFRS പഠിക്കുന്നു, ഇന്റർനാഷണൽ ഫൈനാൻസ് പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് കമ്പനിയുടെ പ്രോസസ്സ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓഡിറ്റിംഗ്, ടാക്സേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫൈനാൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളും അവര് അബ്രോഡ് അവർക്ക് എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ലൈക്ക് ഇപ്പൊ ഇതൊരു അബ്രോഡ് പോകാനുള്ള ഒരു ഗേറ്റ് വേ അല്ലെങ്കിൽ ഒരു കീ ആയിട്ട് പൊതുവെ കോഴ്സസിനെ ആൾക്കാരും പറയാറുണ്ടല്ലോ. ഹൗ ഇസ് ദ കണ്ടീഷൻസ് നൗ? കണ്ടീഷൻസ് നൗവും ചോദിച്ചാൽ കണ്ടീഷൻസ് ഇതിലേക്ക് സ്കോപ്പ് ഉള്ളത് ഡെഫിനറ്റ്ലി അത് അൺഡൗട്ടബിൾ ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡിന്റെ ഒരു പ്രീമിയം കോഴ്സസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനെ വെച്ചിട്ട് നമ്മൾ ഡിഗ്രിയോ അതോ വേറെ കോഴ്സസ് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ കോഴ്സസ് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് പ്രൊഫഷണലി എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സും കോഴ്സസ് ആണെന്നാണ് പറയുന്നത്. ദെയർഫോർ ആ കോഴ്സിന് അത്രയും എക്സാജറേഷനും പിന്നെ ഹൈപ്പും കിട്ടുന്നതാണ്. പക്ഷെ ഇത് എല്ലാത്തിനേക്കാളും മുകൾ ആസ് എ പ്രൊഫഷണൽ
നമ്മൾക്ക് എന്താണ് കഴിവുണ്ടാവുക, അതാണ് അൾട്ടിമേറ്റ് നമ്മളെ സ്കോപ്പിനും നമ്മളെ ലൈഫിനും ഉണ്ടാക്കുകയാണ്. അത് എല്ലായിടത്തും ഉള്ള സംഭവമാണ്. ഇത് അത് ശരിയാണ്. അതനുസരിച്ച് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എങ്ങനെ പഠിച്ച നമ്മൾ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ നീഷിൽ ചിലപ്പോൾ ഒരു എക്സ്പെർട്ടീസ് നേടുന്നു, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പ്രൊഫഷണലി നമ്മൾ നല്ലൊരു എക്സ്പെർട്ടീസ് നേടുന്നു, നല്ല സ്കിൽ സെറ്റ് അക്വയർ ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഇതിനെ തന്നെയാണ് ഇത് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു എന്നതിനപ്പുറം ഈ പ്രോഗ്രാം കഴിയുന്നിടത്ത് വാട്ട് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് യു അക്വയർഡ് എന്നുള്ളതാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുള്ളത്, പലരും ഒരു CA അല്ലെങ്കിൽ CMA CS പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുന്നില്ല ഒരു മൈൻഡ് സെറ്റാണ് ആൾക്കാർക്ക് ഉള്ളത്. അതിന് പകരം ഈ കോഴ്സസിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്, കമ്പനീസ് ലോസിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, ട്രഡീഷണൽ കമ്പനീസ് മാറി സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു ന്യൂ എമർജിങ് ടൂൾസും കാര്യങ്ങളും ടെക്നോളജി കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ആയിക്കൊണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, Web3 ടെക് എല്ലാം വരുന്നു. അതോടുകൂടി അത് പഠിക്കേണ്ടി വരും. അപ്പൊ അത്രയും അപ്ഡേറ്റ് ആയിരിക്കണം. ഒരു ഓൾഡ് ആൻഡ് വെറും പാസ്സായാല് അത്രയും നല്ലൊരു ഹൈ സാലറി കിട്ടും, ക്യാഷ് കിട്ടുന്നല്ലേ, ആ ഒരു ഇതല്ല. അത്രയും കോമ്പിറ്റന്റ് ആണ് കോഴ്സുകൾ ഇപ്പം വരുന്നത്. അത് നമ്മൾ ചില പ്രാവശ്യം പറയാറുണ്ട്, ഒപ്പിട്ട് തരാം പൈസ എന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഒരിക്കലും നടക്കാൻ പോണില്ല. അപ്പോ അതാണ് അതിന്റെ അല്ല ഇതിന്റെ ഒരു റിയാലിറ്റി, റൈറ്റ്? ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇപ്പോൾ CA അടക്കം ചെയ്തിട്ട് ദേ ഹവ് നോട്ട് കംപ്ലീറ്റഡ് ഇറ്റ്. ദാറ്റ്സ് എ റിയാലിറ്റി, റൈറ്റ്? പല ആളുകളും CA പോലത്തെ കോഴ്സസ് എന്ത് ചെയ്യുന്നില്ല, ദേ ലീവിങ് ഇറ്റ് മിഡ് വേ. ഈസ് ഇൻ ദിസ് ദ റിയാലിറ്റി? എന്താ നിങ്ങൾക്ക് തോന്നുന്നു? ഇറ്റ് ഈസ് എ റിയാലിറ്റി. അത് ആവലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെഡ്യൂസ് ആയിട്ടുണ്ട്. പലയിടത്തും ഒരു കോഴ്സിന്റെ വാല്യൂ നിൽക്കുന്നത് അതിന്റെ സ്കാർസിറ്റിന്റെ മുകളിലാണ്. ഗോൾഡ് ആയാലും അത് ഡയമണ്ട് ആയാലും അതാണ് ഏറ്റവും ഇതുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു കോഴ്സിന്റെ ആക്സസും എക്സ്പേർട്സ് ലെക്ചറേഴ്സും ടീച്ചേഴ്സും വന്നത് കൊണ്ട് ഈസി ആവാൻ തുടങ്ങി. therefore the output is more now. But output more ആകുമ്പോഴും ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. there will be problems then. അപ്പൊ ഇത് നമ്മൾ we have to go back to the first question you asked. എന്ത് ക്വാളിറ്റി കൊണ്ടാണ് ആളുകൾ വരെ? അപ്പൊ ഇത് ബേസിക് ക്വാളിറ്റി നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു പേഷ്യൻസ് വേണം, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫ്യൂ തിങ്സ് വിച്ച് ഇസ് ഓൾസോ റിക്വയർഡ് ഈസ് നല്ല നോളജ് ഉള്ള ആൾക്കാർ ചില പ്രാവശ്യം ക്ലിയർ ആവുന്നില്ല. റീസൺ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റില്ല. ഇത് കൂടി വൺ ഓഫ് ദ റീസൺ ആണ്. ഒരു സംഭവം നമുക്ക് അറിയണ്ടെന്ന് പറഞ്ഞാൽ ഇഫ് യു പ്രസന്റ് ഓൺലി ഇവാലുവേറ്റർ വിൽ നോ. ദ സെക്കൻഡ് ആസ്പെക്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ നല്ല അറിവും നല്ല എഴുതാൻ അറിവും സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. 3 hours ഇത്ര വലിയ ക്വസ്റ്റ്യൻ പേപ്പർ തരും, ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓൾ ഓഫ് ദീസ് തിങ്സ് ആർ റീസൺസ്. സോ ഒരാൾ ക്ലിയർ ചെയ്തോ അഥവാ ക്ലിയർ ചെയ്തില്ലോ അതിന്റെ മുകളിൽ അവരുടെ ലൈഫ് നിൽക്കില്ല എന്നാണ് 100%. ഒരാൾ എത്രമാത്രം എക്സലായി ഇതിന് ഈ കോഴ്സ് എടുത്തിട്ട് എത്ര നോളജ് അപ്ഡേറ്റ് ചെയ്തു ഇതിന്റെ മുകളിൽ. അതായത് ഇപ്പോ there is a claim now like lot of institutes are into this. We are seeing ഇപ്പൊ നമ്മൾ കോഴിക്കോട് ടൗണിലൊക്കെ ഇറങ്ങിയാല് എല്ലാം എനിക്ക് തോന്നുന്നത് ഈവൻ സയൻസിനെക്കാളും കൂടുതൽ മുമ്പൊക്കെ നമ്മള് JEE നീറ്റിന്റെ കണ്ടിരുന്നത്, ഇപ്പൊ ഫുള്ള് CA CMA CS ACCA ഇതിന്റെ ഹോർഡിങ്സ് ആണ് ഞാൻ കോഴിക്കോട് ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്നത്. ഈ ഒരു ഹൈപ്പ് ആക്ച്വലി അത്ര റിയൽ ആണോ? കാരണം ഈ പറഞ്ഞ പോലെ മുമ്പ് അധികം ആൾക്കാർ പാസ്സായിരുന്നില്ല. ഇപ്പൊ മേ ബി ഡ്യൂ ടു ബെറ്റർ ലെക്ചറിങ്, ബെറ്റർ വാട്ട് എവർ റിസോഴ്സസ് അവൈലബിൾ, മോർ പീപ്പിൾ വിൽ പാസ് ഔട്ട്. അതിനനുസരിച്ചുള്ള ലൈക്ക് ദർ വിൽ ബി എ ഹ്യൂജ് സപ്ലൈ. അതിനനുസരിച്ചുള്ള ഡിമാൻഡ് ആക്ച്വലി ഇൻഡസ്ട്രിയിലുണ്ടോ? ഇത് കുറവാവും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കുറവാകും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ആൾറെഡി ഡിക്ലൈൻ ആണ് പറയുകയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ മുമ്പ് ക്ലിയർ ആയ ഒരു CAക്കോ അഥവാ CMക്കോ ഒരു CSക്കോ ഉള്ള പാക്കേജ് അല്ല ഇപ്പൊ കിട്ടുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം മുമ്പൊക്കെ 30-35 lakh ഒക്കെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ 20 to 25 എന്ന് തോന്നുന്നുണ്ട് ഹയസ്റ്റ് ആയത്. അതേ ഒരു IIMലോ IITലോ പഠിച്ച ചില ആൾക്കാർക്ക് 1 crore പാക്കേജ് കിട്ടുന്ന സിനാരി നമുക്ക് ഇപ്പോൾ കാണാനുണ്ട്. അപ്പോൾ ഇത് ഡിക്ലൈൻ ആകുന്നുണ്ട്. നമ്മൾ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് വരുന്ന മാതിരി വരുമ്പോഴും ദിസ് വിൽ ഡിക്ലൈൻ. ഇതിലുള്ളൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. നമ്മള് ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നം സംഭവിക്കും. പിന്നെ എന്തെന്ന് പറഞ്ഞാല് ഇതിൽ പ്രൊഫഷൻസ് ഒരു സാലറിന്റെ മുകളിൽ ഒരു സ്റ്റേറ്റസ് ആണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മകന് CA ആണ്, എൻ്റെ മകന് CS ആണ്, CML ലണ്ടൻ ആണ്. ഈ സ്റ്റേറ്റസ് ഇത് സൊസൈറ്റിയിൽ ഉണ്ട്. അത് വെച്ചിട്ടാണ് കൂടുതലും ഹോർഡിങ്സും കൂടുതലും ഇത് ഡോക്ടർ ആണെന്ന് പണ്ട് പറയുന്ന പോലെ മാതിരിയാണ് ഇപ്പൊ
പിന്നെ CMA ലണ്ടനിൽ നിന്ന് ആഡ് ചെയ്യും അതിൽ. ഒരു ലണ്ടൻ അല്ലെ US കേൾക്കുമ്പോൾ US ന്ന് പറയും. അപ്പൊ അതൊക്കെ പറയുമ്പോഴുള്ള ഒരു പ്രീമിയമിന്റെ ഒരു ഇതാണ്. ജസ്റ്റ് ഒരു BCom MBA സമയം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഇതാണ് കൂടുതൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന രീതി. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്കിൽ സെറ്റ്, കണ്ടിന്യൂസ് ലേണിംഗ്, അതേപോലെ കുറച്ചും കൂടി ഓർഡേർഡ് സ്ട്രക്ചേർഡ് പേഷ്യന്റ് ആയിട്ടുള്ള പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി there will be opportunities for them if they want to go into niche or startups or all those things. There will be wonderful opportunities. പിന്നെ എല്ലായിടത്തും പറയുന്ന മാതിരി എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ലൈഫ് പറഞ്ഞത് ഒരു കോഴ്സിലും ചെയ്യാന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. That's a reality of it, right? Yes. Okay, so we had a wonderful discussion. I think നമ്മൾ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇതിന് താഴെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ കമന്റ് ചെയ്യാൻ ഐ ട്രൈ ടു ഗെറ്റ് ദ ആൻസേഴ്സ് ഫ്രം ദം. പല ആളുകൾക്കും പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ താങ്ക്സ് ഫോർ ബീങ് ഹിയർ. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതെന്ന് പറയാം ആസ് കൊമേഴ്സ് പ്രൊഫഷണൽസ്? ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കുകൾ എന്തെന്ന് വെച്ചാൽ മെയിൻലി ഓഡിറ്റിംഗ്, കീ ആണല്ലോ ബ്രെഡ് ആൻഡ് ബട്ടറിൽ വരുന്നതാണ്. കീ ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് കമ്പനീസിന്റെ വാല്യുവേഷൻ ചെയ്യുന്നു. കൂടാതെ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിങ് ചെയ്യുന്നു. ഇനി വേറെ കമ്പനീസിന്റെ ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സ്ട്രീം ലൈൻ ചെയ്യുക, അതിൽ വേണ്ട പ്രോസസ് ഒരു അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ചെയ്യുന്ന വർക്കുകളെല്ലാം ചെയ്യുന്നു. അഡ്വൈസറി, കൺസൾട്ടിങ്, ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രോം നമ്മൾ കൺവെൻഷനിൽ നമ്മൾ എന്തോ ചെയ്യുന്നുണ്ടോ അതിനെ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് എന്താണ് ബിസിനസ് റിക്വയർമെന്റ് ഉള്ളത് അതാണ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻ. ഐ ജസ്റ്റ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് audience also want to understand, right, എന്തായിരിക്കും as a professional your life എന്നുള്ളത്. Okay, so thanks a lot for joining. Thank you so much. I will see in another video. Thanks to the two gentlemen with me. Bye.